ഹലോ ഓൾ, വെൽക്കം ടു SC നീറ്റ് അക്കാഡമി. സോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നീറ്റ് കെമിസ്ട്രീനെ കുറിച്ചിട്ടായിരുന്നു സംസാരിച്ചത്. സോ ഈ വീഡിയോ ആ വീഡിയോൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ്. സോ ആ വീഡിയോ കണ്ടില്ല എന്നുണ്ടെങ്കിലും ഈ വീഡിയോ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് നീറ്റ് ഇനോർഗാനിക് കെമിസ്ട്രീനെ എങ്ങനെ ടാക്കിൾ ചെയ്യാം എന്നതിനെ കുറിച്ചിട്ട് ക്ലിയർ ആയിട്ടുള്ള ഐഡിയ കിട്ടുന്നതായിരിക്കും. സോ ലാസ്റ്റ് വീഡിയോയിൽ ആസ് യു ഓൾ നോ നമ്മൾ നീറ്റ് ഫിസിക്കൽ കെമിസ്ട്രി എങ്ങനെ സ്കോർ ചെയ്യാം എന്നായിരുന്നു സംസാരിച്ചത്. സോ കണ്ടിന്യൂയിങ് വിത്ത് ദാറ്റ് സെയിം ടോപ്പിക്, ഹൗ ടു സ്കോർ 180 ഇൻ നീറ്റ് കെമിസ്ട്രി ആണ് ഇന്നും. സോ ആദ്യം തന്നെ നീറ്റ് കെമിസ്ട്രി സിലബസിലോട്ട് കടക്കാം. സോ ആസ് യു ഓൾ നോ നീറ്റ് കെമിസ്ട്രി സിലബസ് ക്ലാസ് 11th ആൻഡ് ക്ലാസ് 12th കെമിസ്ട്രി ആണ്. സോ ഫിസിക്കൽ കെമിസ്ട്രിയുടെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു കാണും ആൻഡ് ഡൗട്ട്സ് ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കമൻറ്റ് സെക്ഷനിൽ. സോ ഇനോർഗാനിക് കെമിസ്ട്രിയുടെ സിലബസ് നോക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ്. സോ ഇതിനെ കെമിക്കൽ ഫാമിലി എന്നും കൂടി പറയും. സോ ഇനോർഗാനിക് കെമിസ്ട്രിയുടെ സെക്കൻഡ് ചാപ്റ്ററാണ് പി ബ്ലോക്ക് ക്ലാസ് 11th ഉണ്ട്, ക്ലാസ് 12th ഉണ്ട്. പിന്നെയാണ് തേർഡ് ചാപ്റ്റർ ഓഫ് ഇനോർഗാനിക് കെമിസ്ട്രി ആൻഡ് 11th ചാപ്റ്റർ ഓഫ് നീറ്റ് കെമിസ്ട്രി ആണ് ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ്. പിന്നെയാണ് ലാസ്റ്റ് ചാപ്റ്ററാണ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. സോ ഈ 4 ചാപ്റ്റേഴ്സാണ് ഇനോർഗാനിക് കെമിസ്ട്രി നീറ്റ് സിലബസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. സോ നെക്സ്റ്റ് ടിപ്സ് ടു സ്കോർ ഫുൾ മാർക്ക്, അതായത് ഹൗ ടു സ്റ്റഡി ഇനോർഗാനിക് കെമിസ്ട്രി ഫോർ നീറ്റ് 2026 കടക്കാം. സോ ആസ് യു ഓൾ നോ 3 ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി ആണ്, ഫിസിക്കൽ കെമിസ്ട്രി, ഇനോർഗാനിക് ആൻഡ് ഓർഗാനിക് കെമിസ്ട്രി. മൂന്നിനും പഠിക്കേണ്ട ഒരു സ്ട്രാറ്റജി അപ്രോച്ച് ഡിഫറൻ്റ് ആണ്. സോ ഇനോർഗാനിക് കെമിസ്ട്രിയുടെ സ്ട്രാറ്റജിയിലോട്ട് കടക്കാം. പൊതുവെ ഇനോർഗാനിക് കെമിസ്ട്രി നീറ്റ് സ്റ്റുഡൻസിന് എളുപ്പമാണ്, അതായത് പഠിക്കാൻ ഇച്ചിരിയും കൂടി ഈസിയാണ്. കാരണം ഇതിൻ്റെ ഒരു അപ്രോച്ച് ബയോളജി പോലെ തന്നെയാണ്. സോ ആദ്യം നിങ്ങൾ ലേറ്റസ്റ്റ് സിലബസ് മനസ്സിലാക്കാം, എന്നിട്ട് കറക്റ്റ് ഗൈഡൻസ്. സെക്കൻഡ് പോയിന്റ്, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം നീറ്റ് ഇനോർഗാനിക് കെമിസ്ട്രി എന്ന് പറയുമ്പോൾ ഡെപ്ത് കുറേ ഉണ്ട്. നിങ്ങൾക്ക് ഔട്ട് എത്ര വേണമെങ്കിലും പഠിക്കാം. കാരണം നമ്മൾ ഒരു മോളിക്യൂളിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കത് എത്ര മോളിക്യൂൾസിൽ വേണമെങ്കിലും നമ്മൾ ഇനോർഗാനിക് കെമിസ്ട്രിയിൽ പഠിക്കുന്ന തിയറി അപ്ലൈ ചെയ്യാം. സോ റിസോഴ്സ് ലിമിറ്റഡ് ആയി വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഗൈഡൻസിന് വേണ്ടി ടീച്ചേഴ്സും അല്ലെങ്കിൽ മെൻറ്റേഴ്സിനും ഒക്കെ ഫോളോ ചെയ്യാവുന്നതാണ്. സോ SC നീറ്റ് അക്കാഡമി നിങ്ങൾ ഫോളോ ചെയ്യാം വേണമെങ്കിൽ. ഞങ്ങളും കറക്റ്റ് ഗൈഡൻസും പ്രോപ്പർ സിലബസും ആയിരിക്കും ഞങ്ങളും പഠിപ്പിക്കുക. സോ അത് കഴിഞ്ഞാൽ ക്ലിയർ ബേസിക്സ് അണ്ടർസ്റ്റാൻഡിങ്, അതും ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് നീറ്റ് ഇനോർഗാനിക് കെമിസ്ട്രിയുടെ. ക്ലിയർ ആയിട്ടുള്ള ബേസിക്സ് ക്ലിയറുള്ള ഒരു കുട്ടിക്ക് അതിനേക്കാളും ബോണ്ടിങ്ങും പിന്നെ അതിൻ്റെ മുകളിലുള്ള ടോപ്പിക്കും ഹയർ ലെവൽ ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റും. പിന്നെ ആസ് ഐ സെഡ് മൾട്ടിപ്പിൾ സോഴ്സസ് അവോയ്ഡ് ചെയ്യാം. കാരണം ഇനോർഗാനിക് കെമിസ്ട്രി വാസ്റ്റാണ്, ചാപ്റ്റർ 4 ഉള്ളൂ. പിന്നെ സോൾട്ട് അനാലിസിസും കൂടി ഇൻക്ലൂഡഡ് ആയ 5 ചാപ്റ്റേഴ്സേ ഉള്ളൂ. പക്ഷേ വളരെ വാസ്റ്റാണ് ഇനോർഗാനിക് കെമിസ്ട്രി, എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് പഠിക്കാം. പിന്നെ എല്ലാ സബ്ജക്റ്റും പോലെ പ്രാക്ടീസ് മസ്റ്റാണ്, റെഗുലർ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ NCERT മൾട്ടിപ്പിൾ ടൈംസ് ചെയ്യാം. ഒന്നെങ്കിൽ NCERT മൾട്ടിപ്പിൾ ടൈംസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ടോപ്പ് ഫാക്കൽറ്റിയുടെ നോട്ട്സ് തന്നെ കുറേ തവണ റിവൈസ് ചെയ്യാം. കാരണം ഇപ്പോൾ ഞങ്ങളുടെ ഫാക്കൽറ്റീനെ കുറിച്ചിട്ട് പറയുന്നതാണെങ്കിൽ ഞങ്ങളുടെ ഫാക്കൽറ്റിയുടെ ലെക്ചർ നോട്ട്സ് തന്നെയാണ് NCERT. അതായത് NCERTയും ലെക്ചർ നോട്ട്സും വലിയൊരു വ്യത്യാസം ഉണ്ടാവാറില്ല. അതായത് ഞങ്ങളുടെ പ്രീവിയസ് സ്റ്റുഡൻസിൻ്റെയും ഒരു ഒപ്പീനിയനാണ്, ഞങ്ങളുടെ ഒരു കോൺഫിഡൻസും കൂടിയാണത്. ഞങ്ങളുടെ നോട്ട്സിൽ നിന്ന് പുറത്തായിട്ട്, അതായത് NCERTയിൽ ഉള്ള കാര്യങ്ങൾ ഒക്കെ ഞങ്ങളുടെ നോട്ട്സിൽ ഇൻക്ലൂഡഡ് ആണ്. സോ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര ഒരു ധാരണ കിട്ടിയാൽ ബേസിക്സ് ഒക്കെ ക്ലിയറായി, പിന്നീട് പ്രാക്ടീസൊക്കെ ചെയ്ത് ഒക്കെ ഒരു ബേസിക് ലെവൽ നമ്മൾക്ക്, അതായത് ഒരു ബേസ് സ്ട്രോങ് ആയാൽ പിന്നെ എളുപ്പമായിട്ട് തന്നെ ചാപ്റ്റേഴ്സ് ഇൻ്റർലിങ്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ അതും ചെയ്യാൻ നോക്കുക ഇനോർഗാനിക് കെമിസ്ട്രിയിൽ സ്കോർ ചെയ്യാൻ. പിന്നെ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കാം. ആൻഡ് ആസ് യൂഷ്വൽ മോക്ക് ടെസ്റ്റ് ആൻഡ് അനാലിസിസ് ഓഫ് മോക്ക് ടെസ്റ്റ് അതും നടത്താം. സോ ഞങ്ങളുടെ ബാച്ചിൽ ജോയിൻ ചെയ്താൽ ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും, എങ്ങനെയാണ് അനലൈസ് ചെയ്യേണ്ട മോക്ക് ടെസ്റ്റ്. പിന്നെ ഷോർട്ട് നോട്ട്സും ഞങ്ങൾ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ ഇതാണ് നീറ്റ് ഇനോർഗാനിക് സ്ട്രാറ്റജി. ഇനോർഗാനിക് കെമിസ്ട്രിയിൽ
ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനുള്ള സ്ട്രാറ്റജി. സോ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വലിയൊരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു നീറ്റ് ഇനോർഗാനിക് കെമിസ്ട്രീനെ കുറിച്ചിട്ട്. സോ നിങ്ങളുടെ നീറ്റ് പ്രിപ്പറേഷന് എൻഹാൻസ് ചെയ്യാനും അതിന് ഹെൽപ്പ് ചെയ്ത് നിങ്ങളുടെ ഡ്രീം മെഡിക്കൽ കോളേജിൽ എത്തിക്കാനും വേണ്ടിയിട്ടാണ് SC നീറ്റ് അക്കാഡമി ഫങ്ഷൻ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ടോപ്പ് ക്ലാസ് നോളേജും പിന്നെ ടോപ്പ് ഫെസിലിറ്റീസും കൊടുത്തിട്ട് നീറ്റ് പ്രിപ്പറേഷൻ ഡിസിപ്ലിൻഡ് ആയിട്ടും പ്രോപ്പർ ഡയറക്ഷനുമായിട്ടും നിങ്ങളുടെ ഒരു മെഡിക്കൽ കോളേജിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് SC നീറ്റ് അക്കാഡമി റാങ്കേഴ്സ് നീറ്റ് 2026 ബാച്ച് ലോഞ്ച് ചെയ്തത്. സോ ലെക്ചേഴ്സ് ബൈ ടോപ്പ് ഫാക്കൽറ്റീസ് ആൻഡ് നീറ്റ് റാങ്കേഴ്സ് ആയിരിക്കും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യാം. പിന്നെ ഹാൻഡ് റിട്ടൺ നോട്ട്സ് ആൻഡ് റെഗുലർ ടെസ്റ്റ്സും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഡൗട്ട് സൊല്യൂഷൻ 24/7 ഡൗട്ട് സൊല്യൂഷനും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഫീസ് എന്ന് വെച്ചാൽ മൊത്തം ഇന്ത്യയിൽ തന്നെ ഓൾമോസ്റ്റ് ലോവസ്റ്റ് പ്രൈസാണ് ഞങ്ങളുടേത്. വെറും 1000 rupees പെർ മന്ത് ആണ് വിത്ത് 1-to-1 മെൻറ്റർഷിപ്പ്. ഡെയിലി ക്ലാസ്സസും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ 500 rupees ഓൺലി പെർ മന്ത് ആണ്. അതായത് നിങ്ങൾ നോക്കിയാൽ ടോട്ടൽ നീറ്റ് പ്രിപ്പറേഷൻ ഒരു 10,000 ഉള്ളിൽ ഒതുങ്ങുന്നതായിരിക്കും. പുറത്ത് നിങ്ങൾ പോയാൽ 1 lakh 2 lakh ഒക്കെയാണ് അവർ ചാർജ് ചെയ്യാം. അതായത് റെസിഡൻഷ്യൽ ബാച്ചൊക്കെ ആണെങ്കിൽ 2 lakhs-നേക്കാളും മുകളിലായിരിക്കും നീറ്റ് പ്രിപ്പറേഷന് ടോട്ടൽ ചാർജ് ചെയ്യാം. ഓൺലൈൻ ക്ലാസ്സസ് ആണെങ്കിൽ അറൗണ്ട് 60,000 ആയിരിക്കും അവർ ചാർജ് ചെയ്യാം. 60,000 പിന്നെ അവരുടെ ടാക്സും ഒക്കെ കഴിഞ്ഞ് 1 lakhs എന്തായാലും അവിടെ ഇതാവും. അതുകൊണ്ട് കുട്ടികളുടെയും പാരൻസിൻ്റെയും ആ ഒരു കഷ്ടപ്പാട് നോക്കിയിട്ടാണ് ഞങ്ങൾ SC നീറ്റ് അക്കാഡമി റാങ്കേഴ്സ് നീറ്റ് ബാച്ച് ലോഞ്ച് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾക്ക് നീറ്റ് ഇനോർഗാനിക് കെമിസ്ട്രീനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. സോ അടുത്ത ഒരു വീഡിയോ ഞാൻ റാങ്കേഴ്സ് നീറ്റിൻ്റെ ഓറിയൻറ്റേഷൻ സെഷൻ ആയിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുക. സോ ഞങ്ങളുടെ ബാച്ചസിൻ്റെ ക്ലാസ് നാളെ, അതായത് 3rd June സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. സോ ഇൻട്രസ്റ്റഡ് ഉണ്ടെങ്കിൽ നീറ്റ് പ്രിപ്പറേഷൻ നമ്മൾക്ക് ഒന്നിച്ച് നടത്തി ടോപ്പ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ വാങ്ങാം. സോ അതുവരെ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും. അതുവരെ താങ്ക് യു. മേ ദ ഗോഡ്സ് വാച്ച് ഓവർ യു.